ഹായ് സുന്ദരീസ്. അപ്പോൾ എനിക്ക് റെഡി ആവാൻ തീരെ സമയമില്ല. വെറും 3 പ്രോഡക്ട്സേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റെഡി ആവണേ എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. അത് സ്കിൻ കെയറിൽ വരുന്നതാണ്, നമ്മൾ മേക്കപ്പിൽ കൂട്ടില്ല. അപ്പോൾ പിന്നീട് നമ്മൾ എടുക്കുന്നത് കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് മെബ്ലിൻ്റെ ഫിറ്റ് മീ കോണ്ടാക്റ്റ് അല്ല, കോമ്പാക്റ്റ് ആണ്. അത് ഞാൻ സ്പഞ്ചിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു കവറേജ് ഉണ്ടാവും. അതുമാത്രമല്ല ആ ഒരു ഓയിലി ഒരു ഇതുണ്ടാവുമല്ലോ, ലുക്ക് ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ്ലി മാറും. ഈത്തൊന്നും കവർ ആവില്ല കേട്ടോ. അതിന് നമുക്ക് എന്തായാലും കൺസീലറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിനുള്ള സമയമില്ലല്ലോ. ഇനി അതിനുശേഷം നമുക്ക് മസ്കാര എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ കണ്ണിനെ ഇങ്ങനെ വിടർത്തി കാണിക്കും. ആക്ച്വലി നമുക്ക് കണ്ണെഴുതണേക്കാട്ടിനൊരു നല്ലൊരു എഫക്റ്റ് തരും നമുക്ക്. എസ്പെഷ്യലി കൺപീലി ഒന്ന് ചുരുട്ടിയിട്ട് അല്ല, നമ്മളിങ്ങനെ വളച്ചെടുക്കില്ലേ, അതിന് ശേഷം നമ്മൾ മസ്കാര ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഒറ്റൊരു കോട്ട് മസ്കാര ഇടുമ്പോൾ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലേ? ഇനി ബാക്കിയുള്ള മസ്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഐബ്രോസ് ഒന്നിങ്ങനെ ഈരി കൊടുക്കാം. ഒരുപാട് അമർത്തി ഈരണ്ട. ഐബ്രോസ് ഫില്ല് ചെയ്തൊരു ലുക്കും ഉണ്ടാവും. ഇതിങ്ങനെ അടങ്ങിയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് റോക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ മുഖത്തിനൊരു ഉതിപ്പ് തരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനി ഡ്രൈ ആയി കഴിഞ്ഞാൽ പക്ക സെറ്റാണ്, അടിപൊളിയാണ്. 1 മിനിറ്റിന് താഴെ നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ബൈ.